ഡോഡോൾ കഴിച്ചിട്ടുണ്ടോ? ഗോവൻ ഡോഡോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോവൻ സ്വീറ്റ് റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാരണ ചേരുവകൾ വെച്ചുണ്ടാക്കുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ ഗോവൻ ഡോഡോൾ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പച്ചരി ആട്ടോ എടുക്കുന്നത്. നന്നായിട്ട് കഴുകി അതിലേക്ക് നിറച്ചും വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കാം. നമുക്ക് ഡോഡോൾ സെറ്റ് ചെയ്യാനുള്ള ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 7 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയും വരുന്ന ഒരു ട്രേ ആണ്. അത് നമുക്ക് കുറച്ച് നെയ്യ് മാത്രം ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു പിടി കാഷ്യൂനട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. നമുക്കൊരു 3.5 കപ്പ് തേങ്ങയാണ് വേണ്ടത്. ഇതിന് തേങ്ങയുടെ അളവ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. കുറഞ്ഞ അളവിലും ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതലായിരിക്കുന്നത് മാത്രം. ചെറിയൊരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് എല്ലാ ഇൻഗ്രീഡിയൻസും പകുതി എടുത്ത് ഉണ്ടാക്കിയാൽ മതി. നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു 1/2 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. അത് എല്ലാം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പിഴിഞ്ഞെടുത്ത് നല്ല കട്ടി തേങ്ങാപ്പാൽ 1/4 പാലങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി തേങ്ങാപ്പീരയിലേക്ക് ഒരു കപ്പൊക്കെ വെള്ളം ഒഴിച്ച് അത് ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അത് ഒരു 1.5 കപ്പൊക്കെ 2/2 പാൽ കിട്ടും. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പീരയിലോട്ട് 1 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അത് നല്ല തിന്നായിട്ടുള്ള ഒരു 3/4 പാൽ കിട്ടും. മാക്സിമം തേങ്ങ ഞെക്കി പിഴിഞ്ഞ് ഉള്ളത് മുഴുവൻ ഊറ്റിയെടുക്കുകയാണ് നമ്മൾ. ഇനി പാവത്തിൻ്റെ അടുത്ത് ഒന്നുമില്ല. അപ്പോൾ ഇത് 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പച്ചരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പച്ചരി അല്ലാതെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ പത്തിരിപ്പൊടി വെച്ച് പുട്ടുപൊടി ഇങ്ങനത്തെ ഒന്നും വെച്ച് ഉണ്ടാക്കരുത്. പച്ച അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. അത് നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിച്ചൊക്കെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് പിന്നെ നമ്മൾ അരി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, എളുപ്പവും. ഇനി നമുക്കിതിലേക്ക് 3/4 പാൽ ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും അവസാനം എടുത്ത തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്. അതൊഴിച്ച് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു നല്ല വാവട്ടമുള്ള ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ മതി. കുക്കറായാലും മതി. പരന്നിട്ടുള്ള കുക്കറാണെങ്കിൽ നമുക്ക് ഇളക്കാൻ എളുപ്പമുണ്ടല്ലോ. 3/4 പാൽ മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി 2/2 പാലാണ്. 2/2 പാൽ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട ശർക്കരയാണ്. ഒരു 350 ഗ്രാം ശർക്കരയൊക്കെ എടുത്തിട്ട് ഞാൻ പൊടിച്ചിട്ട് 2 കപ്പോളം ഉണ്ട് ഒരു പാനിലേക്കിട്ട് ബാക്കി വെച്ചിരിക്കുന്ന 3/4 പാലില്ലേ അതൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ കലക്കി വെച്ച മാവിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. അത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചത്, തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. കൈ വിടാതെ ഇളക്കി കൊടുക്കണേ, പെട്ടെന്ന് കട്ടിയായി വരും. ഇപ്പം നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കി കൊടുത്താൽ മതി. കട്ട കെട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ സൈഡിൽ വേറൊരു കൊച്ചു കടായിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്ത് ഇളക്കി ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതൊന്ന് വെച്ച് തിളയ്ക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് മെൽട്ടായിട്ട് വരും. കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിത് ചേർക്കുമ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. അത് മാത്രമല്ല നല്ലൊരു ഷൈനിങ്ങും കുറച്ച് കളറും ഒക്കെ കിട്ടും. അതോടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കളർ വന്നിട്ടുണ്ട്. ഇതിലും കളർ വരും കേട്ടോ. നമ്മൾ കുറച്ച് സമയം ഒന്ന് വെച്ച് ഇളക്കണം. ഇനി നമുക്കിതിൽ നമ്മൾ ചേർക്കുന്നത് ആദ്യം എടുത്ത് മാറ്റി വെച്ച 1/4 പാലാണ്. അത് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഓഫാക്കിയിട്ട് കേട്ടോ. ഓഫാക്കിയിട്ടിട്ട് പിന്നെ ബാക്കി ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വേറെ ഓരോ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ തൽക്കാലത്തേക്ക് ഓഫാക്കിയിട്ടിട്ട് വേറെ പണിക്കൊക്കെ പോയിട്ട് വന്നതാണ്. നമുക്കിതിലേക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചൊന്ന് വരട്ടിയെടുക്കണം. ആദ്യം 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കട്ടെ. ഇത് നല്ല ടൈറ്റായിട്ട് വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. ആരെങ്കിലും ഒരാൾ കൈമാറി ഇളക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിന് നമുക്ക് ഉള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ ഈ ഇളക്കുന്ന ഒരു പണിയാണ്. പക്ഷെ അത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കണം. നെയ്യ് നല്ല പോലെ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ്. ഞാൻ പക്ഷെ അധികം ഒന്നും ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്ന ബ്രൗൺ ഷുഗറാണ്. ഏത് പഞ്ചസാര ആയാലും മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 ഏലക്ക തൊലി പൊളിച്ചതും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. നമുക്കിത് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. അതോടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ തുള്ളിക്കളിക്കണം. കുഞ്ഞിപ്പുഴു പോലെ ഇങ്ങനെ തുള്ളിക്കളിക്കണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇത് മാറും. പിന്നെയും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. കുറച്ച് നല്ല ടൈറ്റ് ആക്കി എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഫോം ആയിട്ട് ഇരിക്കില്ല. നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല.
അപ്പോൾ നല്ല ഡാർക്ക് കളറും ആയിട്ടുണ്ട്. ഇത് മതി. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നല്ലതുപോലെ ഇളകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ടില്ല, അത് കുറച്ചെടുത്ത് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് ട്രേയിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. മുകളിൽ ഇങ്ങനെ കാണാനൊരു ഭംഗിയല്ലേ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ ഡോഡോളിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുകയല്ല, ഇടുന്ന ഒരു പരുവാണ് കേട്ടോ. ചൂടോട് കൂടി തന്നെ ഇടണം. തണുത്ത് കഴിഞ്ഞാൽ അത് കട്ടിയായിപ്പോൾ. എന്നിട്ട് നെയ്യ് തടവിയ സ്പൂൺ കൊണ്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തട്ടി കൊടുക്കുക. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി വരുമ്പോഴത്തേക്ക് എല്ലായിടത്തോട്ടും ഒരുപോലെ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വിള്ളലൊക്കെ വരും. ഇതെന്തായാലും ചെറിയ രീതിയിൽ വിള്ളലൊക്കെ ഉണ്ടാവും. എന്നാലും നന്നായിട്ട് വിള്ളൽ വരാതിരിക്കാൻ സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി അതവിടെ ഇരുന്ന് തണുത്തായിട്ട് നമുക്കൊരു തുണിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. പ്ലേറ്റ് വെച്ചൊന്നും അടയ്ക്കരുത്, ആവിവെള്ളം വീഴും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് തണുക്കും. ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിരുന്നു ഞാൻ, അതുകൊണ്ട് പെട്ടെന്ന് തണുത്ത് കിട്ടി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വിടിയിച്ചു കൊടുക്കാം. നമുക്ക് കത്തി കൊണ്ടൊന്നും വിടിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ സൈഡും ഒന്ന് വിടിയിച്ചു കൊടുത്തതിന് ശേഷം തട്ടിയിട്ട് കൊടുക്കാം. അടിപൊളി, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ചൊരു ക്രാക്കൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഗോവൻ ഡോഡോൾ. ഇതിങ്ങനെ തട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ ഇളകി കളിക്കും, തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു പോലെ. നല്ല രസമാണ്. ഇങ്ങനെ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ തട്ടുമ്പോഴത്തേക്കും ഇളകില്ലേ, അതുപോലെയാണിത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു മണം കേട്ടോ. നല്ല നെയ്യിൻ്റെയും തേങ്ങാപ്പാലും ഒക്കെ ഇങ്ങനെ ഇട്ട് കുറുക്കിയെടുത്തതല്ലേ. ഒരു പീസ് ഇങ്ങനെ എടുക്കാം. അടിപൊളി, നല്ല സോഫ്റ്റാണ്. അടിഭാഗമൊക്കെ ഇതുണ്ട്, നല്ലൊരു ഷൈനിങ് ഒക്കെ ആയിട്ടുള്ള ഡോഡോൾ. രണ്ടിലെ മുറിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ മുറിഞ്ഞു വരുന്നുണ്ട്. നല്ല പതുപതാന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റാണ്. നല്ല വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ നല്ല ഫേമായിട്ട് നിൽക്കുന്നുണ്ട്. മധുരമൊക്കെ പാകമാണ്. ഏകദേശം നമ്മുടെ കിണ്ണത്തപ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സാധാരണ ഡോഡോൾ ഉണ്ടാക്കാനായിട്ട് പാം ജാഗരിയാണ് എടുക്കുക. പാം ജാഗരി എന്ന് പറഞ്ഞാൽ പനം ചക്കര എന്നൊക്കെ പറയില്ലേ, അത്. ഞാൻ സാധാരണ ശർക്കര തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചെറിയൊരളവിലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും ഇളക്കിയൊക്കെ വരാനായിട്ട്. അപ്പോൾ ചെറിയൊരളവിലെങ്കിലും ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.